സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയതാണോ, ഇതാണോ ആദ്യം ഇറങ്ങി, അതാണോ ആദ്യം ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ പ്രശാന്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു മരത്തിൽ കയറേണ്ടി വരുന്നു. ഉയരത്തിൽ നിന്നും താഴോട്ട് നോക്കിയപ്പോൾ ഉണ്ടായ ഭീതി, വെർട്ടിഗോ, അവിടെ നിന്നാകാം ഇതിന് തുടക്കം. സൂര്യന്റെ മനസ്സ് അശാന്തമായി. ചിത്രകാരനല്ലാത്ത അയാൾ സർ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ഈ അവസ്ഥയിലാണ് അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. അയാളുടെ മനസ്സിന്റെ അടഞ്ഞുകിടന്ന അറകൾ തുറക്കപ്പെടുന്നു. ഹോളിവുഡ് സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഫിക്ഷണൽ ഫാൻറ്റസി പരിപാടിയൊക്കെ. ആ സാധനം നമ്മുടെ സ്വന്തം മമ്മൂട്ടിനെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് അയ്യർ ദി ഗ്രേറ്റ്. ആ ടൈമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പെരിമെൻ്റൽ സാധനം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയതാണോ, ഇതാണോ ആദ്യം ഇറങ്ങി, അതാണോ ആദ്യം ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മമ്മൂട്ടി സിനിമകളിൽ ഒരു സിനിമയാണ് അയ്യർ ദി ഗ്രേറ്റ്. ഇതിനകത്തെ ആ മമ്മൂട്ടിയുടെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഈ സിനിമേനെ കുറിച്ച് പറയണം തോന്നി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് സിനിമയുടെ ഒരു റീല് കണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉറപ്പിച്ച് എന്തായാലും ഈ സിനിമേനെ കുറിച്ച് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാരണം ഇപ്പോഴും അത് കാണാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളിതുവരെ ആ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. നിങ്ങളുടെ ആ സിനിമ കാണുന്ന സമയം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. അത്രയ്ക്ക് കിടിലൻ പടമാണ്. അത് സിമ്പിൾ സാധനമാണ്. ഒരാൾക്ക് നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പുള്ളിക്ക് നേരത്തെ അറിയാം. അതായത് സിക്സ്ത് സെൻസ്. അയാൾക്കത് മുൻകൂട്ടി കാണാൻ പറ്റും എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ആ ഒരു പരിപാടിനെ നല്ല കിഡിലനായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമയാണ് അയ്യർ ദി ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. സിനിമ യൂട്യൂബിൽ കിടപ്പുണ്ട്. അയ്യർ ദി ഗ്രേറ്റ്.